ഹായ് ഗൈസ്, അപ്പോൾ രണ്ട് പടങ്ങളുടെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അതായത് ഓണം ലൈനപ്പിൽ വന്ന ഫസ്റ്റത്തെ മൂവിയായിരുന്നു ഖലീഫ. ഖലീഫയുടെ റിവ്യൂ ഞാൻ പറയാം. ബത്ലഹേം യൂണിറ്റിൻ്റെ റിവ്യൂ പറഞ്ഞതിന് ശേഷം ഖലീഫയുടെ പറയാം. ബിക്കോസ് അതിൽ കുറച്ചൊരു സ്പോയിലർ അലേർട്ട് ഉണ്ട്. സ്പോയിലർ ഞാൻ പറയുന്നുണ്ട്. അത് എനിക്ക് പറയാതെ വയ്യ. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ പറയുമ്പോൾ ആരെ തെറി വിളിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്പോയിലർ പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. കാര്യം എന്താ വെച്ചാൽ ഈ സ്പോയിലർ പറയുമ്പോൾ ആർക്കും തെറി വിളിക്കാൻ തോന്നത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ക്യാമിയോ റോൾ, ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു ക്യാമിയോ റോളിനെ കുറിച്ച് ഞാൻ പറയാൻ പോവാം. തെറിവിളി എന്തായാലും നിങ്ങൾ വിളിക്കില്ല എന്ന് ഉറപ്പാണ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. സോ ഫസ്റ്റത്തെ മൂവി ബത്ലഹേം കുടുംബ യൂണിറ്റ്, അതായത് ഓണം ലൈനപ്പിൽ സെക്കൻഡ് വന്നൊരു മൂവിയാണ്. ഫസ്റ്റ് ഖലീഫ, അതിനൊപ്പം ഈ പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ജോണറിലുള്ള മൂവിയാണ്. ഖലീഫ എന്ന് പറഞ്ഞൊരു മാസ് മസാല, അടി ഇടി എല്ലാം ഉള്ള അങ്ങനത്തെ ഒരു വേറൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. അതായത് പൃഥ്വിരാജിൻ്റെ ഒരു, ഞാൻ അതിലേക്ക് കിടക്കാം. ഖലീഫയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ ആയിപ്പോകും. സോ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഷേഡി ആൻഡ് റിട്ടൺ ബൈ സെയിം ഗിരീഷ് ഷേഡി തന്നെ ആൻഡ് കിരൺ ജോഷി. പ്രൊഡ്യൂസഡ് ബൈ ഫഹദ് ഫാസിൽ ആൻഡ് ദിലീഷ് പോത്തൻ. പിന്നെ നമ്മുടെ ഭാവന സ്റ്റുഡിയോസിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത് എന്താ അങ്ങേറ്റ പേര്, ശ്യാം പുഷ്കരൻ, പുള്ളിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റിൽ വരുന്നത്. അതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിവിൻ പോളിയാണ് മെയിൻ ക്യാരക്ടർ, ജസ്റ്റിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ മമിത ബൈജു, സംഗീത്, വിനയ് ഫോർട്ട്, ശൃന്ദ, സുരേഷ് കൃഷ്ണ, അങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് കുറേയൊക്കെ. അപ്പോൾ ഈ ഒരു മൂവിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ പലർക്കും പല ഒരു അഭിപ്രായമായിരിക്കും. പക്ഷേ ഒരു ഫീൽ ഗുഡ് മൂവി, അതായത് ഈ ഓണത്തിൻ്റെ ഇതുപോലത്തെ ഖലീഫയൊക്കെ മൂവീസൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതേ ടോണിൽ തന്നെയുള്ള ഒരു പടം കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും നല്ല പടം ഏതാണെന്നുള്ള. എല്ലാ നല്ല പടങ്ങളും ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ടിൽ നൗ എല്ലാം നല്ലതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ടോക്സിക് വരാനിരിക്കുന്ന 26-ാം തീയതി കറക്റ്റ് ദിവസം തന്നെ ഉണ്ടെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ ഒന്നല്ലേ, നന്നായി. അതിന് ഫസ്റ്റ് 7 മണിക്ക് തന്നെ ടിക്കറ്റ് ഇറങ്ങിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഒരു ഫീൽ ഗുഡ് മൂവി, നമ്മൾ എന്താ പറയുക, ഒരു വലിയ സ്ട്രെസ്സും ടെൻഷനും പ്രഷറും ഒന്നും ഇല്ലാതിരുന്ന് കാണാൻ പറ്റിയ, പ്രേമത്തിന് ശേഷം പ്രേമത്തിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രേമം ഫാൻസിന് പൊളിയും. എന്നാലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എടുത്താൽ മതി. പ്രേമത്തിനേക്കായി ഒരു കുറച്ചും കൂടി ഒരു ഫീൽ ഗുഡ് മൂവി പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ ഒരു മൂവി. അതായത് നിവിൻ പോളി കുറച്ച് പ്രായമുള്ള ഒരു ക്യാരക്ടറാണ്. മമിത ബൈജുവിന് നിവിൻ പോളിനോടൊരു പ്രേമം, ആ പ്രേമം പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, അതായത് പബ്ലിക്കലി അങ്ങനെ ഇതാക്കാനും പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ഒരു സങ്കീർണ്ണ ഘട്ടത്തിൽ കൂടി പുള്ളി ഇങ്ങനെ പോകുന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു ബ്ലെൻഡിങ് ഈ ഫിലിമിൽ നല്ല രീതിക്ക് വർക്കൗട്ട് ഉണ്ട്. അതായത് ഒരു പാട്ടായിട്ട് തന്നെ അങ്ങോട്ട് വെക്കാണ്ട് കുറേയൊക്കെ മ്യൂസിക്കും സീനുകളും സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു രസം, അത് അടിപൊളിയാണ്. പിന്നെ കോമഡിയുടെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല. എസ്പെഷ്യലി മറ്റേ സുരേഷ് കൃഷ്ണ, അങ്ങനല്ലേ ആയ പുള്ളിയുടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ പൊന്നളിയ, ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ഒക്കെ പുള്ളി ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട്. കുറേ മൂവികളുടെ റെഫറൻസ് കാര്യങ്ങൾ, അതിലുള്ള ഒരു മെയിൻ നമ്മളൊക്കെ ട്രോളായിട്ട് കണ്ടേക്കണ കുറേ മെറ്റീരിയൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി വന്നിട്ട് ഇതിൻ്റെ അകത്ത് അടിച്ചു വെക്കുന്നുണ്ട്. അതൊന്നും അരോചകരമായില്ല, ബോറിംഗ് ആയില്ല എന്ന് വേണം പറയാൻ. ചില സിനിമകളിൽ ഇതുപോലെ എന്താ പറയുക, റെഫറൻസ് കുറേ സാധനങ്ങൾ എടുത്ത് കയറ്റുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് ആപ്റ്റ് അല്ലാത്ത പോലെ തോന്നും. എടി ഇയാൾക്കൊക്കെ ഈ കോമഡിയൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടി ഇയന്മാരി കഴിവാന്ന് ആലോചിക്കണേ. പക്ഷേ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്ത് സിനിമയിലേക്കൊക്കെ വന്ന് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ട ഒരു മനുഷ്യൻ ഇപ്പം കിടന്ന് കാണിക്കണ അക്രമം കണ്ടാലല്ല. പിന്നെ സംഗീതത്തിൻ്റെ ഇതാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇത്, അങ്ങനെ കഥ പോകുന്നതൊക്കെ നല്ലൊരു ഫേസിലാണ്. ഞാൻ കൂടുതൽ ഇതിൻ്റെ കഥകളും മറ്റു കാര്യങ്ങളും ഞാൻ ഈ ഒരു പടത്തിനെ കുറിച്ച് ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഖലീഫയുടെ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പലരും പറഞ്ഞ് നിങ്ങൾ അറിയും. പക്ഷേ ഇതൊക്കെ ശരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് പോയിരുന്നു ഈ ഓണത്തിൻ്റെ സമയത്ത്. എൻ്റെ ഉമ്മയും അപ്പയും കൂടി നാളെ പോകാനിരിക്കുക. ഓക്കെ, ഇന്ന് പോകാൻ പറ്റിയില്ല, ഇന്നും ഇന്നലെയായിട്ട് പോകാൻ പറ്റില്ല, നാളെ പോകാനിരിക്കുക. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടം, അങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യണം. സോ ഞാൻ ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് പുറത്തായിരിക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ, വലിയ വൃത്തിയേടോ അലമ്പത്തരോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി കോമഡി, നല്ല ക്വാളിറ്റി സീനുകൾ, സിറ്റുവേഷൻസ്, നല്ല ഫ്രെയിമുകൾ, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇനി രണ്ടാമത്തെ ഖലീഫയുടെ സ്പോയിലർ അലേർട്ട് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഖലീഫ ഒരു പക്ക പൃഥ്വിരാജ് മാസ് എൻ്റർടൈൻമെൻറ്റ് ഇടിപ്പടം. ഇടി എന്ന് പറഞ്ഞാൽ ഒരു കിൻഡൽ കണക്കുള്ള ഇടിയാണ്. അതായത് കുറേ നാൾക്ക് ശേഷം ഈ പഴയ ലോലിപോപ്പ് അങ്ങനെയൊക്കെ കുറേ പടങ്ങളുണ്ട്, നമ്മുടെ പുതിയ മുഖം, ഇതിലൊക്കെ കണ്ട ഒരു ഒറ്റടി ആളങ്ങോട്ട് ചമ്മന്തിയാവുന്ന രീതിയിലുള്ള സാധനമൊക്കെ, അത് കുറേ നാൾക്ക് ശേഷം ശരിക്കും ഒന്ന് കണ്ടത്. പിന്നെ എമ്പുരാനിൽ ഉണ്ടെങ്കിൽ പോലും എമ്പുരാനിലെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻറ്റാണ്, മറ്റേ തോക്കൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ. ഇത് അങ്ങനെയല്ല. ഇതിൽ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഫൈറ്റ്. അത് പുള്ളിയുടെ ഒരു ബോഡിയൊക്കെ അതിന് ആപ്റ്റാണ്. ആ രീതിയിലേക്ക് ബോഡിയൊക്കെ പുള്ളി സെറ്റാക്കി. എപ്പോഴും മറ്റേ കൂടുതൽ ഹാഫ് സ്ലീവ് ഷർട്ട് മസിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് നടക്കുന്നത്. ഫുള്ള് കുറേ സീനുകളിൽ, മേജർ സീനുകളിൽ അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ എടുത്ത് പറയേണ്ട കോസ്റ്റ്യൂം ഡിസൈനർക്ക് അടിപൊളിയിട്ടാണ്.
നല്ല രസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കാര്യം ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഏജ് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ആദ്യം വന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അതായത് പുള്ളിയുടെ ഒരു ആദ്യ കാലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്തുള്ള ഒരു ഡ്രസ്സിങ് കോസ്റ്റ്യൂം കൊടുത്തേക്കണൊക്കെ സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ഡ്രസ്സ്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കൂടിയാണ് ആ ഡ്രസ്സിന്. അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് പറയുമ്പോൾ ആ ഡ്രസ്സിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ ഒരു ടൈം ലിമിറ്റ് മാറുന്നതനുസരിച്ച് ഡ്രസ്സിങ്ങിലും ചേഞ്ച് വരുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ഒക്കെ. അതും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ വില്ലൻ്റെ ഡ്രസ്സിങ്ങിൽ എനിക്ക് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും തോന്നി. കാരണം വില്ലൻ ആദ്യം തൊട്ട് അവസാനം വരെ സെയിം കോസ്റ്റ്യൂം തന്നെ, ആ ഒരു കൈൻഡ് ഓഫ് സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഏജ് ചേഞ്ച് ചെയ്യണനുസരിച്ച് ഉള്ള ഡ്രസ്സിങ്ങിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ലുക്കിലും വരുന്നുണ്ട് കേട്ടോ, വേറെ കാര്യം. പിന്നെ ഷമ്മി തിലകൻ ആസ് യൂഷ്വൽ പുള്ളിക്ക് കൊടുക്കാനുള്ള സാധനം പുള്ളിക്ക് കൊടുത്ത് പുള്ളി അടിപൊളിയായിട്ട് തകർത്തഴിഞ്ഞാടി പോയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സിമ്പിളാണ്. പുള്ളി വെറുതെ നോർമലായിട്ട് നാച്ചുറലായിട്ട് പറഞ്ഞ പോലെ ഓരോ ഡയലോഗ് ഡെലിവറി ചെയ്ത് പോകണ പോലെ എനിക്ക് തോന്നിയത്. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അധികം ഡയലോഗൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞാൽ, വലിയ ഡയലോഗൊന്നുമില്ല. ആ നടിയുണ്ടല്ലോ പുള്ളിക്കാരിക്കൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കുറേ നിലവിളിയും അയ്യോ അമ്മേ അത്രേ ഉള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അത് സിനിമേനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സിറ്റുവേഷൻ അനുസരിച്ചായിട്ടുള്ള ഇമോഷൻസ് എല്ലാം വർക്കൗട്ട് ആകുന്ന രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പയ്യൻ, അവനും വലിയ ഡയലോഗ് ഇല്ലല്ലോ പയ്യനില്ല. പക്ഷേ ആ ചെക്കനാണെങ്കിലും രസമാണ്. ഞാൻ അവനിൽ നിന്ന് കുറേ കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് ഇപ്പോഴേ മനസ്സിൽ എനിക്കിങ്ങനെ ഉണ്ട്. സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയട്ടെ, ഇതൊന്ന് കഴിയട്ടെ. അപ്പോൾ അതിലേക്ക് ഈ ഒരു പയ്യൻ ഇനി അത് മുതിർന്ന് വന്ന് വേറൊരു ഏതെങ്കിലും ഒരു സാധനം ഇട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക അടിപൊളി കാസ്റ്റിംഗ് ചെയ്തിട്ട് വരുമോ എന്നുള്ളൊരു ഒരു ഡൗട്ടുണ്ട്. നോക്കാം എന്താവുന്നുള്ളത്. മെയിനായിട്ട് ഈ പടം സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. സ്വർണ്ണക്കടത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിൽ വരുന്ന അതേ കഥകൾ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. കാര്യം അതിലിനി പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരാനില്ല. ഡിനോസറിനെയും പറക്കും തളിയും ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഉള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഈ അയലിലും മറ്റൊക്കെ കണ്ട പോലെ സ്വർണ്ണം കടത്താൻ വേണ്ടി പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കാണിക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 2-3 എണ്ണമൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പൃഥ്വിരാജ് സ്വർണ്ണം കടത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു സീനും കാര്യങ്ങളും, അതിവിടെ എന്താ പറയുക കോയമ്പത്തൂർ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു ലാൻഡ് ചെയ്യുന്നത്. ആ സീനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത, അതായത് ഒരു കൊള്ള സൂപ്പർ കലക്കി എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. വാവ് സെറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്ന, കയ്യടി കിട്ടുന്ന, എല്ലാവരും അടിപൊളിയായിട്ട് മറ്റേ എന്താ പറയുക ഈ ഫാനിസം മൂത്തിട്ട് കൂക്കി വിളിക്കൂല, അതും കയ്യടിയും സൂപ്പർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഒച്ചപ്പാടും വേളൊക്കെ വരുന്ന കുറേ സീനുകളുണ്ട്. കുറേ റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന കുറേ സീനുകളുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പടം നല്ല രീതിയിൽ കളർഫുള്ളായിരുന്നു, നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല രീതിയിൽ ചാർജായി. ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവർ എന്താ പറയുക മറ്റേ എന്തെന്നാ അതിനെ പറയണേ, ഗോൾഡ് അടിച്ചു മാറ്റുന്നതിനെ പൊട്ടിക്കൽ ഫസ്റ്റത്തെ പൊട്ടിക്കലുണ്ട്. ആ പൊട്ടിക്കൽ നൈസായിട്ടുണ്ട്. പൊട്ടിക്കലിൻ്റെ സമയത്തുള്ള ഫൈറ്റും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സെറ്റാണ്. ആ പൊട്ടിക്കലിന് വേണ്ടി അവർ ഈ സ്വർണ്ണം കടത്തുന്ന രീതിയും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് അങ്ങനെ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. ആ ഒരു ടെക്നിക്ക് അത് വളരെ നാച്ചുറലായിട്ട്, അതായത് ഒരു സംശയം തോന്നാത്ത രീതിയിൽ തന്നെയാണ് സാധനം ചെയ്ത് വെച്ചേക്കണത്. സോങ്സ് അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ആ ഒരു ഖലീഫയുടെ ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തില്ല ആ സാധനം, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്ത് വരും. അത് ചില സീനുകളിലൊക്കെ ആ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ചില സമയത്ത് ആ സീൻ അത് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കഴിയുമ്പോൾ അതൊരുമാതിരി ബോറിംഗ് ആയിട്ട് ചില സ്ഥലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആവശ്യമില്ല. പിന്നെ ചില മ്യൂസിക്കുകൾ, ചില BGMs ഒന്നും അങ്ങോട്ട് ആപ്റ്റ് ആവുന്നില്ല. കാര്യം ആ BGM പകരം മറ്റേ സാധനം വെച്ച് ചേർന്നെങ്കിൽ ഓക്കെ എന്ന് തോന്നും. ഏത് ആ സാധനം ലിറിക്സ് അറിഞ്ഞൂടെ, അതുകൊണ്ട് അത് അവിടെ വെച്ച് ചേർന്നെങ്കിൽ സെറ്റാന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു അങ്ങോട്ട് ഒരു മിസ്പ്ലേസ് ഉണ്ട്. പക്ഷേ എന്നാലും അലമ്പ് ബോറിംഗ് എന്നൊന്നല്ല പറയാനുള്ളത്. നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ചെയ്യാൻ പറ്റും. ഞാൻ പോയ തിയേറ്ററിൽ സൗണ്ടിൻ്റെ സൗണ്ട് എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം തോന്നി. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നു. അവർ അതിൻ്റെ അകത്തിരുന്ന് സവാള എല്ലാം കട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു റേഡിയേഷൻ വന്നപോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് എനിക്ക് മൂവിയുടെ ഒരു അവസാനത്തേക്ക് വന്നപ്പോഴേക്കും ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ കണ്ണിന് തോന്നിപ്പോയി. പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കഥയും കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ അധികമായിട്ട് കിടക്കുന്നില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്പോയിലർ അലാട്ടെന്ന് പറഞ്ഞിട്ട് മൊത്തം സ്പോയിലറൊന്നും വെച്ച് കീച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി തെറി വിളിക്കാൻ വരട്ടെ. ഒരു ക്യാമിയോ റോളിനെ കുറിച്ച് ഞാൻ പറയാം. ക്യാമിയോ റോൾ ഒന്ന് നിങ്ങൾക്കറിയാം, മോഹൻലാലാണെന്നുള്ളത് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മമ്പറക്കൽ അഹമ്മദ് അലിയുടെ ലുക്ക് എങ്ങനെയായിരിക്കും, എപ്പോഴാണ് വന്നേ എന്നുള്ള എക്സ്പെക്ടേഷനിലായിരിക്കും ആദ്യം പോലെ ഇരിക്കുന്നത്. ബിക്കോസ് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ പടം അത്യാവശ്യം പൃഥ്വിരാജിൻ്റെ ഒപ്പം നിന്ന് കൊണ്ടുപോയ ഒരു ആളാണ് ഇന്ദ്രൻസ് ചേട്ടൻ്റെ ആ ഒരു ഡയലോഗ്സും കുറേ സ്ഥലങ്ങളിൽ പുള്ളി കയറി അടിക്കുന്ന അടിയുണ്ടല്ലോ, അത് മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നല്ല രീതിയിലൊരു
ബൂസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ഗൂസ് പംസ് വന്നിട്ടുണ്ടാവും. അയാളെപ്പോൾ വരും, അയാളെപ്പോൾ റിവീൽ ചെയ്യും, എന്തായിരിക്കും ആ ഒരു ഇത്, ഇനി പഴയ വല്ലതും ആണോ എന്നൊക്കെ ഉള്ള സാധനമൊക്കെയാണ് നമ്മൾ ആദ്യമേ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൊളിച്ചടക്കിയ ഒരു സാധനം വന്ന്. പൊളിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രൻസ് ആണ് കുറേയൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടുപോയത്. അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് സീനിലേക്കാണ് വന്നതെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത്, ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മ്യൂസിക് വെച്ചിട്ട് ഹൈപ്പ് ചെയ്ത് ഈ പുള്ളി ഫ്രെയിമിലേക്ക് വന്ന ഒരു സാധനം ഉണ്ട് മോനെ. ഉള്ള കാര്യം പറയാം, ലൂസിഫർ മൂവിയിൽ അവസാനത്തെ സ്റ്റീഫനെ മറ്റേ എന്തുവാ ഇയാളെ കാണിക്കുന്നുണ്ടല്ലോ, ഖുറൈഷി എബ്രഹാമിനെ കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിട്ടുണ്ട് ഈ ഒരു സാധനം. ആ ഫ്രെയിമിലേക്ക് കറക്റ്റ് ആ ക്യാമറ ഫ്രെയിമിലേക്ക് പുള്ളി എൻ്റർ ചെയ്യുന്ന ഒരു സാധനം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു സ്മോക്കി എഫക്റ്റൊക്കെ വന്നിട്ട് ഓഫ്, ശരിക്കും എല്ലാവരും തിയേറ്ററിൽ ഒരുമിച്ചിരുന്ന് കൈയടിച്ച് ഇതാക്കിയ ഒരു സീനാണ് അത് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ലാലേട്ടൻ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞത് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പുള്ളിയാണല്ലോ അടുത്ത കഥ കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ, പുള്ളിയുടെ കഥയാണല്ലോ വരാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ മാൻ സൂപ്പർ. ഇനി രണ്ടാമത്തെ ക്യാമിയോ, ഇതിൻ്റെ ഇടയിലൊരു ക്യാമിയോ കൂടി ഉണ്ട്. അതങ്ങനെ പ്രത്യേകിച്ച് ഡയലോഗൊന്നുമില്ല, ജസ്റ്റ് വന്നു പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം കാര്യങ്ങളൊക്കെ. സൗബിൻ ചാറ്റൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അവരുടെ എന്താ പറയുക സെക്കൻഡ് പാർട്ടിൻ്റെ ലോഞ്ച്, ആ ലോഞ്ചിൻ്റെ ഇത് ഞാൻ കാണിച്ചു. ലോഞ്ചിൻ്റെ സമയത്ത് ഉൾപ്പെടെ ആ ഫ്രെയിമിൽ സൗബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സൗബിൻ ഉണ്ടെന്നുള്ളത്. ഒറ്റ സീനിൽ മാത്രമേ ഉള്ളൂ, ഒരു ഫ്യൂ സെക്കൻഡ്, ഒരു 2 to 3 minutes മാക്സിമം, 2 minutes അത്ര ഉണ്ടാവുള്ളൂ സൗബിൻ. നെക്സ്റ്റ് പാർട്ടിലായിരിക്കും പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം വരാൻ പോകുന്നത്. കാര്യമൊന്നുമില്ല. ഇനി അതവിടെ കിട്ടെ. ഇനി മൂന്നാമത്തെ ക്യാമിയോ ടോവിനോ ആണ് ക്യാമിയോ റോളിന്. ഞാൻ പറയുമ്പോൾ എന്നെ തെറി വിളിക്കാൻ വരണ്ട, പൃഥ്വിരാജ് തന്നെ ഇട്ടൊരു പോസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പുള്ളി ഇന്ന് കാലത്ത് ടോവിനോ എന്താ ഇവറാ ക്യാരക്ടറിൻ്റെ പേര്, പുള്ളിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. ക്യാമിയോ റോൾ പുള്ളിയാണെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് കണ്ടവർക്ക് തന്നെ അറിയാം. 4.5 million ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, അതിൽ കൂടുതൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പുള്ളി അതിൻ്റെ അതൊക്കെ കൊണ്ടുവന്ന് സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നടൻ പടത്തിൻ്റെ സെക്കൻഡ് ഡേ തന്നെ വന്നിട്ട് പടത്തിലുള്ള മെയിൻ സർപ്രൈസിങ് എലമെൻറ്റിൽ ഒന്നായിട്ടുള്ള ക്യാമിയോ റോളിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു പോസ്റ്റ് ഇടുന്നത്. സത്യം ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും. കാരണം ഇത് പറഞ്ഞു കേട്ട് എല്ലാവരും അതിലേക്ക് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഫസ്റ്റത്തെ സായിയുടെ റിവ്യൂ ആണ് ഞാൻ ആദ്യം കണ്ടത്. ഞാൻ വൈകുന്നേരം പോയത് പടത്തിന് ഇന്നലെ. അപ്പോൾ പോയപ്പോൾ തന്നെ ഇത് ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നത്. പൃഥ്വിരാജ് ഇന്ന് കാലത്തുണ്ടെന്ന് പൊളിച്ച് ഇന്ന ആളാന്നുള്ള പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി അറിയാൻ പാടില്ലാത്തവരോട് ഞാൻ അറിയിച്ചല്ലോ, സന്തോഷമായല്ലോ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ എന്താ പറയുക അനൗൺസ്മെൻറ്റും കൂടി അവർ ഈ അടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ലേ? ഐ തിങ്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടി ഒച്ച ബഹളമൊക്കെ വേണം, നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. There we go. അപ്പോൾ കണ്ടല്ലോ ഖലീഫ ദ ലെഗസി സെക്കൻഡ് പാർട്ട്, അതിൻ്റെ അനൗൺസ്മെൻറ്റ്, ഖലീഫ 2ൻ്റെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞു. അതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയും. ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് ലാലേട്ടനെ കാണിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു പഴയ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും അതിലേക്കൊക്കെ കുറച്ചും കൂടി പഴയ കാലഘട്ടത്തിലേക്ക് ലാലേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ AI ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ മകനായിട്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ വന്ന ആ പയ്യൻ ഉണ്ടാവില്ല ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ, പക്ഷേ ആ പയ്യൻ വളർന്ന് വലുതായി ഏത് നടനായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ റോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇതിൽ അടുത്തൊരു ക്യാമിയോ ആയിട്ട് വല്ലതും വരുമായിരിക്കും, ഇതിൻ്റെ ടുവാർഡ്സ് എൻഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ സീൻ തൊട്ടിട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത്, ഇങ്ങനെ ആയിരിക്കും എന്നല്ല. ഇനി മമ്പറക്കൽ അഹമ്മദ് അലിയുടെ കഥയാണ് വരാൻ പോകുന്നത്. മമ്പറക്കൽ അലിയുടെ കഥയാണ് നമ്മൾ ഫസ്റ്റിൽ കണ്ടത്. ഇനി അഹമ്മദ് അലിയുടെ കാണാം, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. എല്ലാം കൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ 2 പടങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിക്കാണ്. അതെന്താവുന്നു ഒരു പിടുത്തൂല്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് 18+ എന്നൊക്കെ. അപ്പോൾ എന്തായാലും പടം കാണാത്തവർ കാണുക, കണ്ടവർ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ.